ഇപ്പൊ കരുണാകരൻ പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോവുകയും ചെയ്യുന്ന ആ പൊതുയോഗത്തിൽ വെച്ചാണ് സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം. നിങ്ങൾ പോയി ടി വി നോക്കൂ. ടി വി ഇന്ദിരാജി കൊണ്ടുവന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ടി വി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ വളരെ ആയിട്ടൊക്കെ പിന്നെ അന്ന് PDP 50,000-ലേറെ വോട്ട് പിടിച്ചു. അനുകൂലമായി കുറെ സാഹചര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പലപ്പോഴും നമുക്ക് അറിയാം, ഇവിടെ തോമസ് മാഷും പലതവണ MP ആയ സ്ഥലമാണ്. അങ്ങനെ പലരും MP ആയ സ്ഥലമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് MP ആയിരിക്കുന്നത് ഹൈബീഡനാണ്. ഹൈബീഡൻ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ സാധാരണ രീതിയിൽ എറണാകുളത്ത് അങ്ങനെ കാര്യമായ ഒന്നും സംഭവിക്കാനില്ല. തീർച്ചയായില്ല. പക്ഷെ നമ്മളിപ്പം ഇത്തവണത്തെ സ്ഥാനാർത്ഥി നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം CF-നൊക്കെ നിർത്തിയതുപോലെയുള്ള സ്ഥാനാർത്ഥി അല്ല എന്നുള്ള കാണാം. സിന്ധു ജോയ് മത്സരിച്ച ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ CPM നല്ല മുന്നേറ്റമൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം രാജീവായിരുന്നു, ഇപ്പോഴത്തെ മന്ത്രിയായിരുന്നു രാജീവായിരുന്നു. രാജീവിന് പോലും അത്ര മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സിന്ധു ജോയ് യഥാർത്ഥത്തിൽ മാഷിനെ യഥാർത്ഥ വെള്ളം കുടിപ്പിക്കുകയും